എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ച പോലെ 8-ാം തീയതി പടം റിലീസ് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ നമുക്ക് നല്ല റെസ്പോൺസും നല്ല അഭിപ്രായങ്ങളും കമൻസുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്നുള്ള റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ്. അത് ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടിയും കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വരും സിനിമകളിലും ഇതുപോലെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു വിജയം ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഞങ്ങളെ ആക്ടേഴ്സിനൊന്ന് പരിചയപ്പെടുത്തുവാണ്. വിഘ്നേഷാണ് അതിൽ സിട്രസ് എന്ന് പറഞ്ഞ മധുരയിലെ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച് വിഘ്നേഷ്. അനുജിത്താണ് മനാഫ്. 4 പേരിൽ തിരുവനന്തപുരത്തെ 4 പയ്യന്മാരുടെ കൂട്ടത്തിലൊരാളാണ്. യദുകൃഷ്ണ മനു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നു. സജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതാണ് ജോബിൻ ദാസ്. അടുത്തത് കൃഷാസൻ, നമ്മൾ മലർവേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം കൊണ്ട് മധുരയിലെ കഥാപാത്രമാണ്. ഇത് നമ്മുടെ അവസാനം വരെ പോരാടിയ കഥാപാത്രം ഋതു. നമ്മുടെ ഫാറു ചേച്ചി ഈ സിനിമയിലൊരു ശക്തമായ കഥാപാത്രം. വളരെ കുറച്ച് സീനുകളുള്ളെങ്കിലും സിനിമയിലുടനീളം ആ ഒരു ക്യാരക്ടറിന്റെ വൈബ് നിലനിർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ പാർവതി ചേച്ചി രമാദേവി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെക്കുറിച്ച് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജുകളിലെല്ലാം ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ക്രിസ്റ്റി, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. നെക്സ്റ്റ് കണ്ണൻ നായരാണ്. അനി സുനി എന്ന് പറയുന്ന 2 ഇരട്ടകളാണെന്നോ തോന്നിപ്പോകുന്ന രീതിയിൽ സുരാജേട്ടൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച സുനി അണ്ണൻ കണ്ണൻ നായർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ്. ബാക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ക്യാമറമാൻ വരാനുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ വരാനുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. മുറയുടെ നറേഷൻ ആദ്യമായിട്ട് മുസ്തഫ എന്നോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിൻ്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു. അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു. മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരസ്യചിത്രത്തിലാണ് ആദ്യം മുസ്തഫയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും, എവിടെ എത്തും, ഇതൊരു ജേർണിയുടെ തുടക്കം മാത്രമാണ്. 2ാമത്തെ സിനിമയായുള്ളൂ. ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക, മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും, BGM-നെ കുറിച്ച് പറയും എന്നൊക്കെ. സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയത്. ഞാൻ മധുരയിലെ ഷൂട്ടിംഗ് ആയിരുന്നു. പക്ഷെ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത്. അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ്. രമാദേവി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് തലയിലൊക്കെ തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത്. അത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരാൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ്. അത് ആൾക്കാർ സ്വീകരിച്ചു. എന്നെ കൊല്ലണം, ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ AD ലോപ്പസിൻ്റെ അമ്മയൊക്കെ അച്ഛക്ക് ചീത്ത വിളിച്ചതെന്ന് പറയുന്നിട്ട് ഭയങ്കര സന്തോഷമായി. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. ഒരുപാട് പേര് ചീത്ത വിളിച്ചു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായി. എന്ന് വെച്ചാൽ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ തീർത്തവരായിരുന്നു. ഭയങ്കര നെഗറ്റീവായിട്ട് ഇടി തരണം, കൊല്ലണം, ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനെക്കാട്ടി ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷേ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവരും ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാലല്ല, എൻ്റെ മകനെയും കൂടെ ചേർത്ത് പറയുന്നു. മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന അക്ഷയുടെ ക്യാരക്ടറുള്ള അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അവനും തിയേറ്റർ ആക്ടറാണ്. ഫസ്റ്റ് ഫിലിമാണ്. അങ്ങനെ നോക്കുമ്പോൾ 7 പുതുമുഖങ്ങൾ, ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ്. ഇനിയും കാണാനുള്ളവർ മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ. കാരണം അപ്പോഴേ ഇവർക്ക് ആരാണെന്ന് അറിയുള്ളൂ. അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്ത് വെക്കും. അതാണ് ആ മെറിറ്റ്. അപ്പോൾ ഈ ആക്ടേഴ്സായിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികളെല്ലാവരും തന്നെ
നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ. താങ്ക് യു. ഹായ്. അപ്പം ഇതിനു മുമ്പ് നമ്മളെല്ലാവരും നായകന്മാരാണ്. ഇതിന് മെയിനായിട്ടായിരുന്നു. അപ്പം ഇതിനു മുമ്പ് പല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം മലയാളത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഈ ആക്ഷൻ പഠനം എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുന്നു, ഒരു സ്റ്റണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും മലയാളികൾക്കുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ചിത്രം ഇങ്ങനെ ഒരു പടമായിരിക്കണം എന്ന് മൈൻഡിലുണ്ടായിരുന്നു മലയാളത്തിൽ? ഇല്ല, അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇത് എനിക്ക് അങ്ങനെ ജോണർ ചെയ്യുമ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് റൊമാൻസോ അങ്ങനെ ഒന്നുമില്ല. ഇത് മുസ്തൂക്കാടോടെ വർക്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിൽ മുസ്തൂക്കാടെ ടീം, പിന്നെ നമ്മളെല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബോണ്ട്, അതായിരുന്നു. എനിക്ക് അങ്ങനെ സ്പെസിഫിക് ജോണറൊന്നുമില്ല. പക്ഷെ എനിക്ക് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ജോണർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെ. ഒരു കാര്യം വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എഡിറ്റിങ്, BGM, ആർട്ട്, ക്യാമറ, അത് പ്രൊഡ്യൂസർ എന്നൊരു ഫ്രീഡത്തിന്റെ ധൈര്യത്തിലാണോ അങ്ങനെ, അതോ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടേ മാക്സിമം എഫേർട്ട് ഇടണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു? മാക്സിമം എഫേർട്ട് ഇടണം എന്നുള്ളത് നമ്മുടെ ഒരു ടോട്ടൽ ടീമിന്റെ ഒരു തീരുമാനമായിരുന്നു. പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ, പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേർഷനാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നതെന്ന് മാത്രം. അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത്. കാരണം കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ വണ്ടിന്റെ ടയർ പൊട്ടുന്നത് പോലും ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു പലതും. ആ സമയത്തിന് അവിടെ എത്തൂല, അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത് ഞങ്ങളുടെ ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു. അത് പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 150ഓളം പുതുമുഖങ്ങൾ ഈ മൂവിയിൽ വന്നിട്ടുണ്ട്. അവരെ വെച്ചിട്ടാണ് ഈ മൂവി ഫുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം ഒരു സക്സസിലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ടു ബി ഓണസ്റ്റ്, സക്സസിനെ കുറിച്ചല്ല, നമ്മള് വിജയപരാജയങ്ങളെ കുറിച്ചായിരുന്നില്ല ഞങ്ങൾ ബോധരായത്. നമ്മള് ഈ പറഞ്ഞ പോലെ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ, പുതിയ ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുവരുമ്പം എങ്ങനെ എടുക്കും. പക്ഷെ കണ്ണൻ ചേട്ടൻ അപ്പോഴും പറയുന്നു, നമ്മൾ മാത്രമല്ല ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പലരും പുതുമുഖങ്ങളെ വെച്ച്, ഹിറ്റായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ കണ്ടുള്ളൂ അതിന്. സാർ, അതുപോലെ നമ്മുടെ സാധാരണഗതിയിൽ ഒരു പുതുമുഖങ്ങളെ വെക്കുന്നു, അതുപോലെ തന്നെ ഒരു യുവതലമുറയുടെ കഥ പറയുന്ന സമയത്ത് നോർമലി സിനിമകളിൽ കാണാറുള്ളത് ഒരു എന്താ പറയുക, കുറേ അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ 2-3 ലിപ് ലോക്ക്, അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീന്, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് സാധാരണഗതിയിൽ. കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി ഒരു എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കോ ഒന്നും കടന്നതില്ലാതെ അവരുടെ പണത്തിന് മീതെ പലതും പറക്കില്ല, അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മാത്രം ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മ്യൂസിക് ഡയറക്ടറാണ്. നോർമലി ഒരു പടത്തിന് ഫസ്റ്റ് പടമാണ്, ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യും. മ്യൂസിക്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും വലിയ ചർച്ച കങ്കുവ സിനിമ ഇറങ്ങി അതിൻ്റെ റിലീസിന് ശേഷം വരുന്ന അതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ്. ഒരു തിയേറ്ററിൽ ഇരുന്ന ഒരു സിനിമ കാണുമ്പം ആളുകൾക്ക് കേൾക്കുന്ന ഓഡിയോലിറ്റിയും അത് ആസ്വദിക്കുന്നതിന് ഒരു ഇതുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ റസൂൽ സാർ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് തലവേദന എടുത്താണ് ഓരോ പ്രേക്ഷകരും ഇറങ്ങുന്നത്. ഇതേപോലെ ഒരു ആക്ഷൻ ചിത്രം ചെയ്യുമ്പോൾ എത്രത്തോളം പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ട്? തീർച്ചയായും നമ്മളതൊരു ഒരാളുടെയും കൂടെ പേര് പറയേണ്ടതുണ്ട്. ഫൈനൽ മിക്സ് ചെയ്ത അരവിന്ദ് മേനോൻ നമ്മുടെ മിക്സ് എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ലെവൽസ് നമ്മൾ കൂടുതൽ ബോദർ ചെയ്യാറില്ല. നമ്മൾ മാക്സിമം നല്ല ടൈറ്റായിട്ട് ഫുൾ പവറിൽ കേൾപ്പിക്കാനും നോക്കാറുള്ളൂ. ബട്ട് ഇതിൻ്റെ ഈ വോളിയം അല്ലെങ്കിൽ തിയേറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് മിക്സ് സ്റ്റേജ് ആണ്. ഫൈനൽ മിക്സ് വരുമ്പോഴാണ് ഇതിൻ്റെ ലെവൽസ് എല്ലാം, ഓരോ സീനിൽ നമ്മൾ ഏതാണ് കൂടുതൽ കേൾപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ അരവിന്ദും അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അരവിന്ദും പാരലി ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്. തെലുങ്കും തമിഴും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അരവിന്ദ് എപ്പോഴും പറയുമായിരുന്നു,
നമ്മുടെ ഓഡിയൻ അടിപൊളിയാണ്, ക്വാളിറ്റി ഓഡിയനാണ്, നമുക്കത് ഭയങ്കര ലൗഡാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ മിക്സിൻ്റെ സമയത്ത് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റാവുന്ന എന്നാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ലെവലിലേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ത്രൂ ഔട്ട് ദ ഫിലിം നമ്മളത് കീപ്പ് ചെയ്തിട്ടുണ്ട്, ആ ലെവൽസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതെ 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 ഫിലിമും അത് തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. തങ്കു കണ്ടിട്ടില്ല. താങ്ക് യു. ആക്ച്വലി ഞാൻ അതിന് വേണ്ടി മാസ്റ്റർ പീസിന് വേണ്ടി കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ പീസ് പറഞ്ഞ വെബ് സീരീസ് ഉണ്ടായിരുന്നേ, അതിനകത്ത് കുറച്ച് വണ്ണം വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നല്ല വണ്ണമൊക്കെ വെച്ച് ഇരുന്നപ്പോഴാണ് പിന്നെ മുസ്തഫ എന്നോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പെട്ടെന്ന് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ റഹ്മത്ത് എന്നെ കണ്ടിട്ട് അയ്യോ ഇത് ഒരുപാട് വണ്ണമാണ്, ഇത് പറ്റൂല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു. അപ്പം എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു മെലിയണം എന്നുള്ളതായിരുന്നു. അപ്പം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും, ജിമ്മിൽ പോവും. അവിടെ ഞങ്ങൾ അൻപോട് കൺമണിയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ ജിമ്മിൽ പോവും, ഡയറ്റ് ചെയ്യും, ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ അത് സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു. വെച്ചാൽ ഉടനെ ഷൂട്ടിങ് തുടങ്ങും. അപ്പം അതിന് മുമ്പ് കുറേ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. ബാക്കി എനിക്ക് അങ്ങനെ വലിയ പ്രയാസം ഇല്ലായിരുന്നു, കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എന്നെ തന്നിരുന്നു. എപ്പോഴും ഇവർ രണ്ടുപേരും മുസ്തഫയും പിന്നെ കണ്ണമ്പായാലും രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ്, അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ചു ചോദിക്കാനും ഒക്കെ. അപ്പം നിരന്തരമായിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാമോ, ഈ ഡയലോഗ് ഇങ്ങനെ പറയും, ഇവരങ്ങനെ ചിന്തിക്കുമോ ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വർക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട്. പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പല്ലിന് ചെറിയ ചേഞ്ച് വേണമായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അമൽ, ശാലിനി ഇവർ രണ്ടുപേരും ഹെയർ മേക്കപ്പും നമുക്ക് സെറ്റിലുണ്ടായിരുന്നു. അപ്പം ഇവരുടെ 4 പേരുടെയും ഒരു സപ്പോർട്ട്, അതായത് കോസ്റ്റ്യൂമിൻ്റെയും മേക്കപ്പിൻ്റെയും സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷേ രമാദേവിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ക്യാരക്ടർ പോകാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാറുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. ഓരോ പ്രാവശ്യം ഷോട്ട് കഴിഞ്ഞിട്ട് പക്ക 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 അതിങ്ങനെ പറയും, നമുക്കായിരുന്നു ചെയ്തത്. പിന്നെ മുസ്തഫായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാപ്പും ഉണ്ട്. മുസ്തഫ് ഞാൻ ചെയ്യുന്നത് ശരിയായാൽ മുസ്തഫ കണ്ടാൽ എനിക്കറിയാം, അല്ലെങ്കിൽ മുസ്തഫ വർക്കായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒന്നുകൂടെ എടുക്കാമോ മുസ്തഫ, ഒന്നുകൂടെ നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് വർക്കാണ്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ഒരു ടീമായിരുന്നു. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ. ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറയുമ്പോൾ വളരെയധികം നോട്ടബിൾ ആണ്. അപ്പിയറൻസിൽ പോലും നമ്മൾ ഈ ബോളിവുഡ് സിനിമകളൊക്കെ കാണുന്നവർ ഒരു ലേഡി ഗാങ്സ്റ്റർ ലുക്കിലേക്ക് വന്ന് കുറച്ച് മുറുക്കുകയും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ടൈപ്പ് അവിടെ കാണുമ്പോൾ നമ്മൾ വാവെന്ന് തോന്നും. മലയാളത്തിലേക്ക് അങ്ങനെ വളരെ കുറവാണ്. മലയാളത്തിൽ നടിമാരെ ഒന്നുകൂടെ ഇമോഷണൽ അല്ലെങ്കിൽ സെന്റിമെന്റൽ ക്യാരക്ടറാണ് കൂടുതൽ കാണുന്നത്. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ കഥാപാത്രം വന്നത്. മലയാളത്തിലും അതേപോലത്തെ കഥാപാത്രങ്ങൾ വരേണ്ട സമയം കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 100%. എനിക്കങ്ങനെ രണ്ടാമതൊരു തോട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനൊരു സിനിമ ഞാൻ ചെയ്യേണ്ടതുണ്ടോ, നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ആലോചന പോലും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഈ പുഷ്പയിലേക്ക് നെഗറ്റീവ് അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്കാണ് നറുക്ക് വീട്. ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ കിട്ടാറില്ല. പരീക്ഷിച്ചാൽ ഇവരൊക്കെ ഇപ്പം എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടാൽ ഇവർ രമാദേവി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും. അപ്പം എന്നെ കാണുമ്പോൾ പെട്ടെന്ന് എന്നെ ഒരു ഡോക്ടറാക്കും, ഒരു സ്വീറ്റ് ഒരു അമ്മയാക്കും. അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എഴുത്തുകാർ വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാൾ തന്നാൽ ധൈര്യമായിട്ട് തരുമ്പോഴല്ലേ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് ആക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം. എല്ലാ പ്രാവശ്യവും നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, വേറൊരാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തോന്ന് തന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓരോ ആക്ടറിൻ്റെയും ഡ്രീമാണ്. അത് എനിക്ക് ലഭിച്ചു. പക്ഷെ
മലയാളത്തിൽ സീനിയർ വേഷങ്ങൾ ചെയ്യുന്ന ഇപ്പം ലളിത ചേച്ചി, സുമാരിയമ്മ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തന്നെ ടാലൻറ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെ വിശ്വസിച്ച് അവരിലേക്ക് ക്യാരക്ടേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഈ ആണുങ്ങളുടെ ഒരു നീണ്ട നിര പറയും. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പേരും പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഫഹദ് തൊട്ട് എല്ലാ ആക്ടേഴ്സിനെയും എടുത്ത് പറയും. പക്ഷെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. നമുക്ക് ക്യാരക്ടേഴ്സ് ഒന്ന് പരീക്ഷിച്ച് ഒരു വലിയ നിര ഓഫ് സ്ത്രീകളെയും കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ ഉണ്ടാവും. ഈ പ്രശ്നം പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ചില ഒന്നോ രണ്ടോ കഥാപാത്രം കൊടുത്ത് ഒതുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നീടുള്ള കുറച്ചിറങ്ങുന്ന സിനിമകളിൽ സ്ത്രീകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് എന്തെങ്കിലും കഥാപാത്രം കൊടുത്ത് ഒതുക്കി ആ പ്രശ്നം ഒതുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെനിക്ക് അവനോട് ഞാൻ ഭയങ്കര എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഭയങ്കര ലക്കിയാണ്. മാസ്റ്റർ പീസിലെ ആനിയമ്മ, ഓവർ ആക്ടിങ് ആനിയമ്മ, അല്ലെ ഭീഷ്മപുരത്തിലെ മോളി എന്ന് പറയുന്ന ക്യാരക്ടർ, ARMലെ അമ്മൂമ്മ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സൗദാമിനി എന്നൊക്കെ പറയുന്ന എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പല ഭാഷ ഡയലക്റ്റ് പറയാൻ പറ്റുന്ന, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഇപ്പം ഈ അൻപോട് കൺമണി ഇറങ്ങാൻ പോകുന്നത് അതിൻ്റെ ഡയലക്റ്റ് തനി തലശ്ശേരിയാണ്. പല ഡയലക്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ പയ്യന്നൂർ ഭാഷയാണ്, അത് സിങ് സൗണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കൊരു പരാതിയില്ല. എന്നെ ഇത്രയെങ്കിലുമൊക്കെ തന്നല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഒതുക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അന്യഭാഷയിലുള്ള ഒരു സ്ത്രീ വന്ന് ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ക്ഷണിക്കാറുണ്ട്. അതിനവർക്കൊരു വാല്യൂ കൂടുതലുള്ള പോലെ സിനിമയ്ക്ക് മാർക്കറ്റ് ചെയ്യാനൊരു കാര്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ ഇവരൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അല്ലാതെ ഇപ്പം എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പം രമാദേവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ തീർച്ചയായിട്ടും തമിഴിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ മുസ്തഫയ്ക്ക് എന്നോട് ട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ആ വർക്ക് വീണത്. അത് മുസ്തഫ ആയതുകൊണ്ട് മാത്രമാണ്. ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല. അത് ആ പ്രൊഡ്യൂസർ പറയാ പോലെ ഒരു പ്രൊഡ്യൂസർ അത് സമ്മതിച്ചാൽ നമുക്ക് അവരെ ട്രൈ ചെയ്യാം. അല്ലെ അവരൊന്നും വേണ്ട, നമുക്ക് മാർക്കറ്റിങ്ങിന് വർക്കാവില്ല അത് പറഞ്ഞ് കഴിഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന ടോക്കാണ്. നമുക്ക് ആക്ടേഴ്സിന് അറിയാനേ പറ്റൂല. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. നമ്മളെ പോലുള്ളവര് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അതൊരു പിച്ച് നോക്കുന്ന പോലെ സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴും ഇത് സത്യമായിട്ട് ഞാൻ അഭിനയിച്ച് വന്നാണോ എന്നൊക്കെ ഭാഗ്യമാണ്. കിട്ടൂല യൂഷ്വലി. നമ്മുടെ നായകനോടാണ് ഹൃദു എന്നാണ് എൻ്റെ പേര്. ഋതുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ മുറ സിനിമ ഇറങ്ങി, നോർമലി ഒരു പുതുമുഖം നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ ഉള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു വലിയൊരു ടെൻഷനാണ്, ഇനി അടുത്തത് കിട്ടുമോ, അല്ലെങ്കിൽ അടുത്തത് ഇനി എന്ത് വിഷമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊന്നും ഇട കൊടുക്കാതെ ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുതിയ മൂവിയുടെ കൂടെ ജോയിൻ ചെയ്തു. അതെ അതെ. അപ്പൊ ആ ഒരു ഇതിന്റെ വിജയത്തോടു കൂടി വന്നു ചേർന്നതാണോ അതോ അതിന് മുമ്പേ ചർച്ച ചെയ്ത് ഇല്ല, മുറ കണ്ടിട്ട് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു. മെയിൻ കാസ്റ്റ് എന്തോ ഒരു കാരണത്തിൽ ചേഞ്ച് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയം ആ ടീമിൽ നിന്നുള്ള ആൾക്കാർ സിനിമ കണ്ട് അന്ന് തന്നെ ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു, കാരണം എല്ലാം പ്രിപ്പയർ ആയി, വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായിരുന്നു. അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി. അപ്പോൾ ചോദിച്ചു, മുറ കണ്ടിട്ടാണ് അവര് അന്ന് കണ്ടിട്ട് വിളിച്ചു. അപ്പം അതൊരു മുറകാരനെ നേടിയ ഒരു പ്രോജക്റ്റ് ആണ് എന്ന് പറയാം. അതെ. അപ്പം 2 ദിവസത്തിലെ ഷൂട്ടൊക്കെ തുടങ്ങണം. അപ്പൊ അതിന് പെട്ടെന്ന് പ്രിപ്പയർ ആവണം. ഈ മുറ കണ്ട് എനിക്ക് ഉറപ്പാണ്, എനിക്ക് മുന്നേ അറിയുന്നു, മുറ കണ്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാണ് 100%. കാരണം അത്രയും എല്ലാരെയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ. കണ്ണൻ ചേട്ടാ, മുറ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാണ്. അത് ലെയറെന്നും തലമുറ പോലെ വരട്ടെ എന്നും അലമുറ എന്നും പിന്നെ പര്യായ പദങ്ങൾ ഒരുപാടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടേണ്ടത് ഇപ്പം കപ്പകളെ പോലെ ഒരു ഭയങ്കര പേരായിരുന്നു നമ്മളുടെ ജീവിതമായിട്ടൊക്കെ കണക്ഷനുണ്ട്. അപ്പം അതുപോലെ ഇതിന് ഭയങ്കര കണക്ഷനുണ്ട്. അപ്പം അത് കണ്ട് മനസ്സിലാക്കി ഇതിൽ ഏത് ആംഗിളിൽ എടുക്കണം. മുറ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ, അതെന്താണ് നോക്കുക. അങ്ങനെ അവസാനം വേറൊരു ആംഗിളുണ്ട്. അപ്പോൾ അത് സ്വയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു രസമായിരിക്കും തോന്നും. അപ്പം പര്യായപദങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, പ്രധാനപദം പറയുന്നതല്ല. അത് ബാഹ്യമായിട്ടല്ലേ അല്ലേ, ആന്തരികമായിട്ട് നമ്മൾ സ്വയം കണ്ടിരിക്കുമ്പോൾ അതിൻ്റെ രസമുണ്ടല്ലോ. അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞൊരു പുസ്തകം മുറപ്പോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു അതിൻ്റെ എന്താണ് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെയുണ്ട്. പക്ഷെ പലതും ഇതിനകത്ത് അലമുറയുടെ ഇതുണ്ട്. അമ്മമാരുടെ
പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ പോത്തിനെ കിട്ടുന്ന മുറപ്പോത്ത് എന്ന് പറയുന്നത് അതിനെയാണ് സാറിന് കാട്ടിയത്. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. ഇത് ബാക്കി ഒരു കാര്യം മോഡറേറ്റർ എന്നുള്ളതിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ശ്രീ സുരേഷ് ബാബു നമ്മളെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമ്പോഴേക്കും ഈ മുറ എന്ന് പറയുന്ന ചിത്രത്തിൽ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം, രമ എന്നുള്ള കഥാപാത്രം, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മോട് അവതരിപ്പിച്ച അനി എന്ന് പറയുന്നൊരു കഥാപാത്രം തിരുവനന്തപുരത്ത് യഥാർത്ഥമായി ജീവിതത്തിൽ ഇവര് ഉണ്ടായിരുന്ന കഥാപാത്രം ഒന്ന് പലരും ഇത് ചെയ്യുന്നുണ്ട്. കാരണം പലരും ഇത് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഒരു പെർഫോമൻസിലാണോ അതോ അങ്ങനെയുള്ള വല്ല കഥാപാത്രങ്ങളെയും ചേട്ടൻ അടിച്ചു മാറ്റിയതാണോ? അത് മീഡിയക്ക് മുന്നിൽ പറയാം. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അത് ഈ ചേച്ചിയുടെ പ്രത്യേകിച്ച് രമ എന്ന് പറയുന്ന കഥാപാത്രങ്ങളൊക്കെ പലരും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ കമന്റ് വരുന്നുണ്ട്. അതെ, ഒരുപാട് പേരുണ്ട്. ശരി, പല പല ആംഗിൾസ് ആരും ശ്രദ്ധിക്കാത്തതാണെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഒരു പരിചയമുണ്ട്. എത്ര വർഷം മുമ്പാണ് ഇത് മനസ്സിലേക്ക് വന്നത് ഈ കഥ? മുസ്തു ഞാനുമായിട്ട് ഒരു 15 വർഷത്തെ പരിചയം. അന്ന് ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു ആവേശപ്പെട്ട്. അതിന് പിന്നെ കപ്പേളയിലാണ് ലാൻഡ് ചെയ്തത്. മുസ്തു ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അത് ഇപ്പോൾ അതേ സമയത്ത് തന്നെ അതിന് മുമ്പ് 13 വർഷത്തിന് മുമ്പ് ഈ ട്രിവാൻഡ്രം ക്യാൻസർ കുറച്ചുകൂടി വെറിയോടുകൂടിയൊക്കെ നമ്മളിങ്ങനെ ഭ്രാന്തമായിട്ടൊക്കെ പ്ലാൻ ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സത്യത്തിൽ പ്ലാൻ ചെയ്യുന്ന വേറൊരു ഇതായിരുന്നു. നമ്മൾ പ്രൊഡക്ഷനോട് പലതും പറയുന്നതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ഒരു അട്രാക്റ്റഡ് ആയി നമുക്ക് ഇതിലോട്ട് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതിലോട്ട് ലാൻഡ്. പക്ഷേ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ വർഷം സംസാരിക്കുന്നു. പിന്നെ പെട്ടെന്ന് എഴുതി പുസ്തകം കൂടെ ഉണ്ടായിരുന്നു. ഇരുന്ന് നമ്മൾ എഴുതുന്നു, ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഈ രൂപത്തിലെത്തുന്നു. ഓക്കെ. ഒപ്പം മാലപാർവതി ചേച്ചിയുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കുറിപ്പിടുമ്പോഴേ, സിനിമ ഇറങ്ങാതെ കുറിപ്പിടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് തരണം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ? അല്ലെ, എനിക്ക് നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വരാറുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. മാലപാർവതി ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സിനിമ നല്ല എന്ന് പറയുന്നത് എത്ര കമന്റ് ഞാൻ വായിച്ചറിയാം. അത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇത് വന്നില്ലേ മോനെ എന്നുള്ളതാണ് എൻ്റെ ലൈൻ. വന്നില്ലേ, മാലപാർവതി ഒഴികെ ബാക്കി എല്ലാവരും നന്നായിരുന്നു എന്ന് പറയുന്നത്, കമന്റ് വന്നില്ലേ ഇതുവരെ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ. കാരണം അത് ഭീഷ്മപർവ്വത്തിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് ARM അതുണ്ടായിരുന്നു, RDX അതുണ്ടായിരുന്നു, മാസ്റ്റർ പീസിൽ അതുണ്ടായിരുന്നു. എല്ലാത്തിനകത്തും ഈ ഒരു ലൈൻ ഒരു 10 പേരെങ്കിലും പറയും. ഇതിലും വന്നു. അപ്പൊ അത് എന്നെ സംബന്ധിച്ച വിഷയമേ അല്ല. പക്ഷെ ഈ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് സുരാജ് സാറിന്റെ എന്നെ പോലെയുള്ളവരെ കൊണ്ടല്ല. ഇത് എപ്പോൾ കണ്ടാലും കുറെ പുതിയ പിള്ളേർ അഭിനയിച്ചാൽ ഇവര് ഭയങ്കര വ്യത്യാസമുള്ള വേറൊരു ക്യാരക്ടർ ചെയ്തു കേട്ടോ, ഇല്ല അതൊന്നും എന്ന് പറഞ്ഞിട്ട് അത് പോവും. പക്ഷെ ഇവരുടെ പെർഫോമൻസ് തിയേറ്ററിൽ ഇവർ പെർഫോം ചെയ്തത് മിസ് ചെയ്ത് പോയാൽ ഇവര് ചിലപ്പോൾ ഓർക്കൂല. OTT വന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫോണിൽ കണ്ടാൽ ഇവര് എന്താണ് സ്ക്രീനിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മിസ്സാവും. അത് സംഭവിക്കരുത്. അപ്പൊ നമ്മൾ ചില സിനിമകളെ വിശ്വസിക്കും. ഇപ്പൊ ഞാൻ പ്രതീക്ഷ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഞാൻ ചില സിനിമയിൽ ഇന്റർവ്യൂവിന് എനിക്ക് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ചിലപ്പോൾ അറിയാം ഈ സിനിമ വർക്കാവും. അങ്ങനെ ഞാൻ പറയാറുള്ള സിനിമകളെല്ലാം വർക്കായിട്ടുണ്ട്. ഭീഷ്മപർവ്വത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, RDXനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ARMനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സിനിമയുടെ 2 ദിവസം മുമ്പ് എഴുതുന്ന നോട്ടായിരിക്കും. അത് അങ്ങനെ വർക്കായിട്ടുണ്ട്. അത് എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ പറയാറുമില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ബിലീഫാണ്. എനിക്കത് ആ സിനിമയിൽ ട്രാൻസ്പയർ ചെയ്യുന്ന ഒരു എനർജി കൊണ്ട് നമ്മൾ പറയുന്നതാണ്. അതെന്തോ അതങ്ങനെ അത് വരും, ചില സമയത്ത് അങ്ങനെ വന്നു പോകും. ഈ പേരിനെ കുറിച്ച് ചോദിച്ചൊരു പേരിലുള്ള ഒരു കൗതുകത്തെ കുറിച്ച് പറയാം. മുറ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കുറേ മീനിങ് കിടക്കുന്നുണ്ട്, കുറേ പര്യായ പദങ്ങൾ കിടക്കുന്നുണ്ട്. അതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് ചിലപ്പം നിങ്ങൾക്ക് 2 3 പ്രാവശ്യം വാച്ച് ചെയ്യുമ്പോഴേക്കും എനിക്ക് കിട്ടുക. ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു സാധനം മുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്നും അവിടെ നോർത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പോത്തുകളുണ്ട് അല്ലേ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെള്ളവും വളവും എല്ലാം കൊടുത്ത് പോറ്റി വളർത്തി നല്ല രീതിയിൽ തഴുകി കൊടുത്ത് എണ്ണയൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ആവശ്യം വരുമ്പോൾ നമ്മളതിനെ വെട്ടി കശാപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് മുറ പോത്തുകൾ എന്ന് പറഞ്ഞൊരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. അത് എത്രത്തോളം വർക്കായെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയും കൂടി കണ്ടിട്ടാണ് ആ പേരിലേക്ക് എത്തിയത്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതായത് തിയേറ്റർ വിസിറ്റുകൾ നടത്തുന്ന സമയത്ത് പണ്ട് വീഡിയോസിൽ ഉണ്ടായിരുന്നു കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ ഇവരെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. പക്ഷെ വന്ന കമന്റ്സുകൾ ഇത് പെയ്ഡാണ്, സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയായിരുന്നു നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന സിനിമയെ? ഒരിക്കലുമില്ല. അത് ഭയങ്കര ജെന്യൂൻ ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് പോലുമില്ല, തിയേറ്ററിൽ നമ്മൾ വരുന്ന പോലും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് നമ്മൾ സ്ക്രീനിന്റെ സൈഡിൽ ഇങ്ങനെ ആ എൻട്രൻസിൽ വന്നു നിന്നിട്ട് തിയേറ്ററിൽ ലൈറ്റ് വരുമ്പോൾ മാത്രം അങ്ങനെ 2 3 തിയേറ്ററിൽ നമ്മൾ പോയി. അവിടെ പല രീതിയിലുള്ള റിയാക്ഷൻസ് നമ്മൾ കിട്ടിയിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു കാര്യമാണ്. കാരണം ആ പയ്യൻ എവിടുത്തുകാരനാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഓടി വന്നിട്ട് ഇത് ഈ സെയിം പ്രായത്തിലുള്ള ഇവന്മാരെ കണ്ടപ്പോൾ സ്ക്രീനിൽ കണ്ട ആൾക്കാരെ പെട്ടെന്ന് ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അത്. നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ആ സീക്വൻസ് കണ്ടപ്പോൾ. എന്തായാലും ഈ സിനിമയ്ക്ക് അത്തരം ഒരു പെയ്ഡ് പ്രൊമോഷൻ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ സീരിയസ്ലി. ഡയറക്ടറോട് പോയി
ഡയറക്ടറോടാണ്. ഇപ്പൊ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് ജോജുവിന്റെ പണി സിനിമ വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു വിവാദമായ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു റിവ്യൂവർ ഭീഷണിപ്പെടുത്തിയവരെ സംബന്ധിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബലാത്സംഗം കാണിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു കാരണമാണ് ആ വ്യക്തി പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഒരു വയലൻസ് രംഗമുണ്ട്. അപ്പൊ അത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ഇതുപോലെ? അത്ര വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അത് പോരായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എഡിറ്റിലാണെങ്കിലും മിക്സിംഗ് ടൈമിൽ ഫൈനൽ സമയത്താണെങ്കിലും. പക്ഷെ അത് ആ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് അങ്ങനെ വെച്ചത്. ഏതാ അങ്ങനത്തെ ആൾക്കാരെ കഥ അല്ലത്. അതെ കണ്ടാണോ സിനിമ കണ്ടാണോ? സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയത് ഇപ്പൊ നമ്മള് സിഗരറ്റിന്റെ പാക്ക് കണ്ടില്ലേ? സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിൽ ഭയങ്കര വ്രണം കാണിച്ചിട്ടുള്ള ഒരു സാധനം, ഒരു ഫോട്ടോ വെക്കില്ലേ, എന്നിട്ട് ഇത് വലിക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ്, അത്രേ ഉള്ളൂ. ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പയ്യന്മാർ ഇതിനകത്തേക്ക് വന്ന ഈ പ്രായത്തിലുള്ള ആളുകൾ ഇത്തരം പരിപാടികൾക്ക് വന്നാൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ എഫക്റ്റ് എന്താണ്, അതിന്റെ നഷ്ടങ്ങൾ എന്താണ്, അതിന്റെ പ്രയാസങ്ങൾ എന്താണ്, അതിന്റെ വേദനകൾ എന്താണ്, അത് വേദന അനുഭവിക്കുന്ന പിന്നീടുള്ള ആളുകൾ ആരൊക്കെയാണ്? അമ്മമാരായിരിക്കാം, കാമുകിമാരായിരിക്കാം, ചേച്ചിമാരായിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇല്ല, നമ്മളിങ്ങനെ ഉദ്ദേശിച്ചാണല്ലോ സിനിമ എടുക്കുന്നത്. അപ്പൊ അത് തന്നെയല്ലേ ജനങ്ങൾക്ക് കിട്ടേണ്ടത്. കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കമന്റ്സുകളിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ അത് തന്നെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ചെയ്യുവാണെങ്കിൽ അത് പേയില്ല. അതാണ് പൊതുവെ ഞാൻ വിചാരിച്ചു. മാളെടുത്താൽ മാളാലെന്നുള്ളതാണ് പലരും എഴുതിയ കമന്റ്. അങ്ങനെയല്ലേ നിങ്ങളെ കണ്ടത്? ഞാൻ കണ്ടത് മിക്കവാറും എല്ലാവരും അങ്ങനെ. അല്ല, നമ്മള് കണ്ടതല്ലേ നിങ്ങൾ എഴുതുള്ളൂ. ഒരു കലാരൂപം നമ്മൾ ചെയ്യുന്നതിന് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവട്ടെ. എന്ത് ഇന്റർപ്രിട്ടേഷൻ പലതുണ്ടാവട്ടെ. അത് ഓപ്പൺ ടു ഓഡിയൻസ് ആണല്ലോ. ഇനി അത് നിങ്ങളുടേതാണ്. ഒരു കലാരൂപം ഇവിടുന്ന് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി നമുക്കൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളത് എന്ത് ഇന്റർപ്രിറ്റ് ചെയ്താലും അത് നിങ്ങളുടെ ശരിയാണ്. അത്രേ ഉള്ളൂ. കപ്പേള ചെയ്തപ്പോ ലാസ്റ്റില് അന്നാമേനൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് കടൽ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സാധനം. ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ്. അതിനേക്കാൾ ഏറെ പ്രശംസ കേട്ട ഒരു ഡയലോഗാണ് അത്. കാരണം ആ സിനിമ അത്രയും ടോട്ടൽ നരേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഫീൽ ഉണ്ട്. അത് കുറച്ച് പേരിലേക്കെങ്കിലും കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അത് വേണോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും വേറെ ഓപ്ഷനും കൂടി ഷൂട്ട് ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല, ഇത് വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വെച്ചതാണ്. അത് പല ആൾക്കാർക്കും അത് കണക്ട് ആയി. പിന്നെ കുറെ റീൽസ് ആയിട്ടും പല രീതിയിൽ അത് വന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സാധനം. നമ്മൾ ഇത്രയും പേരിരുന്ന് ഇത്രയും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇരുന്നിട്ട് നമ്മൾ ഇതിന്റെ ഏത് സ്ഥലത്താണ് പ്രശ്നം, എവിടെയാണ് പ്രോബ്ലം, അല്ലെങ്കിൽ എവിടെയാണ് ഇത് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഒരു പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഒരു സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അത് നമ്മളെ സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അത്രയും സമയം നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. മാലാപാർവതി തന്നെ ചെയ്യണം എന്ന് തുടക്കം മുതലുണ്ടായിരുന്നോ, അതോ തിരിച്ച് പുറത്തുനിന്നാരെങ്കിലും അങ്ങനെ സമീപിച്ചിട്ടാണോ ചേച്ചിനെടുത്തെത്തിയത്? അല്ലല്ല, ചേച്ചിന്റെ അടുത്ത് ആദ്യത്തെ ഡിസ്കഷനിൽ നമ്മൾ കണ്ണൻ ചേട്ടൻ എഴുതുന്ന സമയത്ത് ഇതിന്റെ സ്കെച്ചസ് കുറച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, നല്ലൊരു ഗത്ത് തോന്നും, കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിപ്പോഴും വെച്ച് ഞാൻ കണവാനോട് ചോദിച്ചു, മാലാപാർവതി ചേച്ചിനെ പോലത്തെ ആളാണോ? കറക്റ്റ് അങ്ങനെ ഒരു 3 കറക്റ്റ് പറഞ്ഞതിലാണ് അത് ഫിക്സ് ചെയ്യണത്. പിന്നെ ഞാൻ ചേച്ചിന്റെ അടുത്ത് ജനറൽ ബോഡിയിൽ കാണുമ്പോൾ ചേച്ചി ഒരു സാധനം പറയാണ്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. വേറെ ഓപ്ഷനിലേക്കൊന്നും പോയില്ല. ഈ മുറ 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ആഴ്ച മറ്റൊരു ചിത്രം റിലീസ് ആവുന്നുണ്ട്. ഇന്ത്യക്ക് അഭിമാനമായി മാറിയ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഓൾ ബി ഇമാജിനസ് ലൈറ്റ്, ഹൃദു അതിന്റെ ഭാഗമാണ്. അപ്പം മുറ സക്സസ് ആയി 2ാം വാരത്തിലേക്ക് കടക്കുന്നു, അടുത്ത ചിത്രം കൂടി. അപ്പം അതിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? സാധാരണ എല്ലാ ജനങ്ങളിലേക്കും ഓൾ ബി ഇമാജിനസ് ലൈറ്റ് എത്തുകയാണ്. സോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അതൊരു നല്ല ജെന്റിൽ, എല്ലാവരും സിനിമ കാണുമ്പം എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓൾ ബി ഇമാജിനസ് ലൈറ്റ്.
അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. റെസ്ട്രിക്ട് ചെയ്തത് OTT വന്നിട്ടോ അത് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അതെല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ ആൻഡ് ടീം 6-7 വർഷമൊക്കെ ഇരുന്നാണ് സ്ക്രിപ്റ്റും വർക്ക് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ആയാലും ഷൂട്ടിംഗ് ആയാലും അത്രയും വേറെ രീതിയിൽ ഭയങ്കര എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിന് റിസൾട്ട്സും കുറെ ഫെസ്റ്റിവൽസിനും അവിടെയൊക്കെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കമേഴ്ഷ്യലി തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നത് പായൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പായൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇത്രയും കമേഴ്ഷ്യൽ ആയിട്ട് ഇറങ്ങുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റാണ ദഗുപതി സ്പിരിറ്റ് മീഡിയ. അപ്പോൾ അതെല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. അതെ, കണ്ടായിരുന്നോ സിനിമ? ആ, ഈ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഇത് എനിക്ക് പേടിയോ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ട്? ഇപ്പം ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ പറ്റി ചർച്ചകൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കട്ട്സ് വരുന്നോ അങ്ങനെ എന്തെങ്കിലും? അതെന്തായാലും കാണുമല്ലോ. നമ്മുടെ ഇവിടെ പല പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്, പല രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചർച്ച ചെയ്യണം. അത് എന്നാലേ കാര്യങ്ങളൊക്കെ മാറ്റം, അതെ ഇക്ക പറഞ്ഞ പോലെ മാറ്റം വരുത്തുള്ളൂ. അതെ ഉണ്ടായിരുന്നു, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. പക്ഷെ നമ്മൾ ഡിസിഷൻ എടുത്ത് ചെയ്യുന്ന എൻ്റെ ചോയ്സ് ആയിരുന്നു അത് ചെയ്യാന്ന് പറഞ്ഞു. അത് ചേട്ടൻ തോന്നി? ഓക്കെ, അതുണ്ടായിരുന്നോ? ഓ നിങ്ങളായിരുന്നല്ലേ? അതെന്താ ചേട്ടാ എന്താ സംഭവിച്ചെന്നറിയോ? നമുക്ക് മുറിയുടെ പ്രസ് മീറ്റ് ആണ്. നമുക്ക് തമിഴില് വേട്ടയൻ, എനിക്ക് ഒന്നാമത്തെ കാര്യമല്ല, എന്റെ പ്രസ് മീറ്റിൽ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. തമിഴില് വേട്ടയൻ എന്ന് പറയുന്ന സിനിമയില് നിങ്ങൾ കൃഷ്ണദാസിനെ കണ്ടു കാണും. അതിന് മുമ്പ് തങ്കലാലിനുണ്ടായിരുന്നു. സാധാരണ തമിഴ് ആക്ടേഴ്സില് നമ്മളിപ്പോ അവരെപ്പോഴും ഇവിടെ പ്രൊമോഷൻ വേണ്ടി വരും. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൃഷ്ണത്തിന്റെ കൂടെ ഇപ്പൊ ഇവരുടെ ടീമിന്റെ മോശമൊക്കെ ഫുൾ ഉണ്ട്. ഇവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു റോളിൽ കിട്ടുന്ന കയ്യടി എങ്ങനെയാണ് ഒരു ആസ് എ ആക്ടർ എന്നുള്ളതിൽ തമിഴ് മലയാളം മാറ്റി നിർത്താം, മറ്റ് സിനിമകളിൽ നിന്ന് കിട്ടുന്ന? தமிழில் இது வரைக்கும் நான் பண்ணது இந்த அளவுக்கு ஒரு ரிசப்ஷன் கிடைச்சதே இல்லை. இந்த மலர்வேந்தனுங்கிற இந்த கேரக்டர் வந்து அதான் சொன்னேன், லைஃப் டைமுக்கும் இருக்கக்கூடிய ஒரு எக்ஸ்பீரியன்ஸ். அது ஆடியன்ஸ் மத்தியிலையும் சரி, எனக்கு நிறைய வர மெசேஜஸ்லையும் சரி, எல்லாருமே அவ்வளோ அப்ரிஷியேட் பண்ணி பேசுகிறாங்க. அண்ட் தென் டேரக்டர்ஸும் நிறைய பேர் மெசேஜ் பண்ணாங்க. ஐம் ஸோ கிரேட்ஃபுல் ஃபார் தட். தமிழில் நான் பண்ணியிருக்கேன், 4-5 படம் பண்ணியிருக்கேன். அது பட் ஆனால் அது இந்த அளவுக்கு ரிசீவ் ஆகலை. பண்ணியிருக்கேங்கிறது தெரியும் எல்லாருக்கும், அவ்வளோதான். பட் ஆனால் இது ஃபஸ்ட்டு எனக்கு மலையாளம் ஃபஸ்ட்டு படமாக இருந்தால் கூட ஃபஸ்ட்டு படத்துலேயே இவ்வளோ ஒரு இது கிடச்சிருக்கிறது வந்து எனக்கு ஐம் ஸோ ஹாப்பி. அதுதான் இங்கே நான் சொல்லிக்க விரும்புகிறேன். அண்ட் தென் எக்ஸ்பீரியன்ஸாக பெருசாக கற்றுக்கிட்டது என்னென்னா, இங்கே மலையாளம் சினிமா வந்து எல்லாருமே இந்த நான் மேலே நான் கீழே அந்த ஒரு இது இல்லை. எல்லாருமே ஃப்ரெண்ட்லியாக, எல்லாருமே அப்படி தான் பழகுறாங்க, எல்லாருமே அப்படி தான் ஒர்க் பண்ணுறாங்க. இது எனக்கு மற்ற இதில் பார்க்க முடியல. எனக்கு இங்கே வந்தோன்னே எனக்கு ரொம்ப பயங்கர ஷாக்காக இருந்துச்சு, என்னடா எப்படி இருக்கீங்க அப்படின்ட்டு. அது என்னை வந்து ஃப்ரீயாக என்னை ஒர்க் பண்ண வச்சுட்டு அந்த கேரக்டருக்காக நான் நிறைய இன்புட் கொடுக்க முடிஞ்சது. അത് തമിഴിൽ பண்ணும்போது கிடைச்சதில்லை, அது ഇങ്ങനെ கிடைச்சது. ഓക്കെ കൃഷ്, ഒപ്പം മറ്റൊരു 2 ചോദ്യങ്ങളും കൂടി. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറാണ്, പക്ഷെ അതിനു മുമ്പ് നേരത്തെ കപ്പ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആണ്. ആസ് എ പ്രൊഡ്യൂസർ റോളാണോ, ഇൻഫ്ലുവൻസർ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ആക്ട്രസ് എന്നുള്ള റോളാണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, ഒന്ന് ചൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാം എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം കിട്ടുന്നത് കണ്ടന്റ് ക്രിയേഷനാണ്. അത് പാഷനോടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആക്ടിങ് ആയാലും എനിക്ക് ആക്ച്വലി ഞാൻ ജെന്യുവനായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യും. പിന്നെ പ്രൊഡക്ഷനിൽ ഞാൻ എപ്പോഴാണ് കയറി ഞാൻ പപ്പയുടെ വർക്ക് ചെയ്ത് തുടങ്ങിയത്. സോ അത് ആക്ച്വലി ഫസ്റ്റ് ടൈം അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി അതിൽ കുറെ സ്ട്രാറ്റജീസും ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പൊ വെറുതെ ഒന്നും പ്രൊഡ്യൂസർ ആകത്തില്ല. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫിലിം മേക്കിംഗ് കോഴ്സാണ് ചെയ്യുന്നത്. അപ്പൊ അതില് കുറെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു, ഡയറക്ഷനിലൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കി. സോ യെസ്,
ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് മുസ്തഫ. അഭിനയത്തിലും സംവിധാനത്തിലും ഒക്കെ തന്നെ. അപ്പൊ അദ്ദേഹവും പല മേഖലകളിൽ അഭിനയ കളരി നടത്തുന്നുണ്ട്, അഭിനേതാവ് ആവുന്നുണ്ട്. ഒപ്പം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിരുന്ന പോലും മുറ 5 പ്രാവശ്യം കണ്ടവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, എന്തിനാടാ നിനക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവന്മാര് എന്നിട്ട് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട, അതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം കാണാനും അത് കണ്ടിട്ട് നമുക്കൊരു മതിയാവുന്നില്ല. അങ്ങനെ കണ്ട കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അപ്പം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടത്. അപ്പൊ എല്ലാരും എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ എത്ര രൂപ കൊടുത്തെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു മുഖം വെച്ചൊരു ഫ്ലക്സ് ഒക്കെ വന്നപ്പം അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീ അനുജിത്തിന് ഇപ്പൊ ഭയങ്കര ബിസിയാണ്. അദ്ദേഹം തിരക്കേറിയ ഒരു നടനായി മാറിക്കഴിഞ്ഞതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് കൂടിയോ നിങ്ങൾ രണ്ടുപേരുടെയും, യദുവിന്റെയും അനുജിത്തിന്റെ ഒക്കെ? ഓ കൂടി. എത്ര കൂടി? 20 വെച്ച് വരും. കേറുന്നുണ്ടോ? അവിടെയോ? ഓക്കെ. സോ നമ്മുടെ ഒരു സക്സസ് സെലിബ്രേഷൻ. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? നമ്മള് ചോദിച്ചോളൂ. ഒരുപാട് ചോദിക്കാനുണ്ടല്ലോ. സംവിധാനമാണ് അവിടെ ഒരു ചോദ്യം, ഒരു സെക്കൻഡ് ചോദിച്ചു. മൈക്കൊന്ന് പാസ് ചെയ്യും. സുഷിൻ ശ്യാമും അനിരുദ്ധും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ സംഗീതോപകരണങ്ങളുടെ വളരെ പവർഫുൾ ബീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ മിതത്വത്തോട് കൂടിയിട്ട് ഈ സിനിമ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിലേക്ക് എങ്ങനെ എത്തി, അദ്ദേഹത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയാമോ? അതായത് നേരത്തെ പറഞ്ഞ ഓരോ മെസ്സേജ് വരുമ്പോഴും എല്ലാ മെസ്സേജിലും മ്യൂസിക് ഡയറക്ടറെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും പരാമർശിക്കാറുണ്ട് ആളുകൾ, സിനിമ കണ്ട ആളുകൾ. അത്രയും ഗൗരവത്തിൽ സിനിമ കണ്ട ആളുകൾ ഈ പറഞ്ഞ പോലുള്ള കമന്റ്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റിയെ കണ്ടെത്തുന്നത് നമ്മൾ ഒരുപാട് തേടി പിടിച്ച് കണ്ടെത്തിയൊന്നുമില്ല. നമ്മൾ ക്രിസ്റ്റോ, നമ്മുടെ ബ്രഹ്മയുഗൊക്കെ മ്യൂസിക് ചെയ്ത് ക്രിസ്റ്റോയാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ക്രിസ്റ്റോ ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്റ്റോ ആണ് പറഞ്ഞത്, ഇങ്ങനെ ഒരാളുണ്ട്, ക്രിസ്റ്റി എന്നാണ് പേര്, അവരുടെ കുറച്ച് ട്രാക്കുകളൊക്കെ ഞാൻ അയച്ചു തരാം എന്ന് പറയുന്നു. ക്രിസ്റ്റിക്ക് നമ്പർ കൊടുക്കുന്നു, എനിക്ക് കുറച്ച് ട്രാക്കുകളൊക്കെ അയച്ചു തരുന്നു. ഞാൻ പ്രൊഡക്ഷനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, നമ്മളത് ഫിക്സ് ചെയ്യുന്നു. ഈ ക്രിസ്റ്റി യൂസ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ സ്കോറിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്ട്രുമെന്റ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈവ് കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയപ്പോൾ കണ്ടത് ഒരു 35 പേര് നിന്നിട്ട് ചെണ്ട വായിക്കാനാണ്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി, നെഞ്ചിടിച്ചു പോയി. അതാണ് അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടാണ് ഈ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആദ്യത്തെ പടം ഞാൻ ക്രിസ്റ്റിയുടെ അടുത്ത് എപ്പോഴും പറയായിരുന്നു, ക്രിസ്റ്റി ഫസ്റ്റത്തെ ചാൻസ് നമുക്ക് ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പം അത് മാക്സിമം എങ്ങനെ ഔട്ട്പുട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ആ ഒരു എഫേർട്ടാണ് ക്രിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് വിജയിച്ചു, സക്സസ് ആയി എന്നുള്ളതാണ് ആളുകളുടെ അഭിപ്രായം പറയുന്നത്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്രിസ്റ്റിക്ക് പറയാം. മുമ്പേ പറഞ്ഞൊക്കെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അത് ഈ ടൈം കിട്ടിയത് കൊണ്ടാണ്. ബേസിക്കലി ഇത്രയും ടൈം വന്നതുകൊണ്ട് ഭയങ്കര കുറെ വർക്ക് ചെയ്യാൻ സാധിച്ചു. 8-9 മാസം ഞാൻ പറഞ്ഞില്ല, 8-9 മാസം ഉണ്ടായിരുന്നു. അപ്പം ഇനീഷ്യൽ ടൈമിൽ ഇവര് ഷൂട്ടിലായതുകൊണ്ട് എനിക്ക് പ്രഷർ തരാനായിട്ട് ആരും ഇല്ല ടീമിൽ. അപ്പൊ എനിക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കുറെ ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് ചെയ്തൊരു പരിപാടിയല്ല. കുറെ മ്യൂസീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ, വായിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരൊക്കെയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു ടീം വർക്കാണ് ഇതിൻ്റെ മ്യൂസിക്. താങ്ക് യു സോ മച്ച്. വിട്ടുപോകാത്ത ചോദിക്കേണ്ട ഒരാള് ഫാസിൽ നാസറാണ്. അവിടെ ഇരിപ്പുണ്ട്. അജിയുടെ എന്ത് ചോദിച്ചാലും കുറെ നേരം മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കുകയില്ല. മൈക്ക് ഇങ്ങനെ കുറെ നേരം പിടിച്ചിട്ട് എല്ലാരും കാണണം എന്ന് പറയും. പക്ഷെ അതല്ല ആള് വേറെ ലെവലാണ്. മറ്റേ നമ്മള്
പല ഫൈറ്റുകളും ഒരു സിംഗിൾ ടേക്കിലൊക്കെയാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗോഡൗണിനകത്തുള്ള ഫൈറ്റൊക്കെ ഇതങ്ങനെ ഒരു സിംഗിൾ ടേക്കിലൊക്കെയാണ് എനിക്കൊന്ന് സിമ്പറടിച്ചത്. ഞാൻ പലപ്പോഴും അയച്ചിട്ടുണ്ട്. ഈ 24 hours ഒക്കെ കണ്ടിന്യൂസ് ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യന് ബോഡി പെയിൻ ഇല്ലേ, ഈ മനുഷ്യന് ഉറക്കമില്ലേ, ഈ ക്ഷീണമില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഈ സാധനം തോളി തൂക്കിയിട്ടാണ് ഈ ഓടണം പായണതൊക്കെ. രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ സൈഡിൽ വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറക്കത്തിലായിരുന്നു. അപ്പം ബാച്ചിക്ക് അങ്ങനെ നിന്നിട്ട് കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ്, നമുക്ക് സൺറൈസും കൂടി ഷൂട്ട് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ബാച്ചിക്ക്. എന്തെങ്കിലും രണ്ട് വാക്കുകൾ വാർത്തയാക്കണം പ്ലീസ്. നമ്മൾ ടീമിന്റെ തന്നെയാണ്. ടീം നമ്മൾ എല്ലാവരും സപ്പോർട്ടീവാണ്. കൂടുതൽ ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറെ ആലോചിച്ചു. ഇവിടെ എത്തി ഇത്ര ആളുകൾ കണ്ടപ്പോഴത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ട് പോയി. ഞാൻ ഇപ്പൊ കപ്പേള ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ നേരത്തെ ഒരു ഷോട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ പോയി ഷൂട്ട് ചെയ്യലല്ല. നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നു, അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ ആർട്ട് വർക്ക് പരിപാടികൾ എങ്ങനെയാണ് നോക്കി നമ്മളെ ADസിനെ കൊണ്ടൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ആക്ടേഴ്സ് വരുമ്പോഴേക്ക് നമ്മൾ ഇതാണ് പ്ലേ എന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഷോട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആ പാച്ചിക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് വർക്ക് ചെയ്തത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഇരുന്ന ഒരു സീൻ എടുത്ത് ഷോട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ചെയ്തത് അങ്ങനെയല്ല, ഈ സിനിമ അങ്ങനെയല്ല ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ പാച്ചിക്കിൻ്റെ അടുത്ത് ഞാൻ പറയുണ്ടായിരുന്നു, ഇങ്ങനെ ഷോട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ല കേട്ടോ, നമ്മൾ പോയി സെറ്റിൽ ചെന്നിട്ടാണ് ഷോട്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടായിരുന്നോ? അത് സത്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ആയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മുസ്തൂനായിട്ട് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഒരുപാട് സംസാരിച്ചു. ഇതിന്റെ ഷോർട്ട് ഡിവിഷനെ കുറിച്ചും പിന്നെ കളർ ടോണിനെ കുറിച്ചും എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഷൂട്ട് കുറച്ചും കൂടെ ഈസി ആയെന്ന് വെച്ചാൽ നമുക്ക് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ വേണ്ടെന്നുള്ള മുസ്തുവിന് എന്താ വേണ്ടെന്നുള്ള കാര്യം ഓൾറെഡി എനിക്ക് അറിയാം, മനസ്സിലായി. അപ്പൊ നമ്മളത് ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ അറിയാം, പുള്ളിനെ ഫേസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഓക്കെ ഇത് ഓക്കെയാണ്. പിന്നെ ഉള്ളത് ഈ പുതിയ പയ്യന്മാരാണല്ലോ. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ കംഫർട്ട് ആയിരുന്നു. കാരണം കൂടുതൽ സ്റ്റാർസ് ഒന്നും ഇല്ലല്ലോ. ആകെയുള്ള സുരാജേട്ടനും ചേച്ചിയാണ്. സുരാജേട്ടൻ്റെ കൂടെ എൻ്റെ 3ാമത്തെ പടമാണിത്. അതിന് മുമ്പ് കുട്ടമ്പുഴ ശിവരാത്രി കിട്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്കതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കംഫർട്ടായിരുന്നു കൂടുതൽ. പിന്നെ എല്ലാം ADs ആയാലും പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഫ്രണ്ട് സർക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ ആയത് കാരണം കുഴപ്പമില്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്ത PC-നായിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാനും മുസ്തും കൂടെ പുള്ളിനായിട്ട് ഇരുന്ന് സംസാരിച്ചു. ഇതിൻ്റെ ഫൈറ്റ് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മാക്സിമം റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. ആദ്യമേ മാസ്റ്ററിനോട് പറഞ്ഞത് നമ്മൾ ഈ സ്ഥിരം ഫൈറ്റ് കാണുന്ന പോലെ റോപ്പിലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ മാറ്റി പയ്യന്മാരെ ഫൈറ്റാണല്ലോ, അപ്പോൾ റിയൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അത് മാക്സിമം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് വരുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ബേസിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. മാക്സിമം തിരുവനന്തപുരം സ്ഥിരം ലൊക്കേഷനുകളിലൊന്നും കാണിച്ചിട്ടില്ല ഈ പടത്തിൽ. നിങ്ങൾ കണ്ടാൽ അറിയാം സ്ഥിരം വരുന്ന തിരുവനന്തപുരത്തിലുള്ള വിഷ്വൽസ് ഒന്നും അല്ല ഇതിലുള്ളത്. കാരണം ഇവന്മാരെ വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരം കഥകൾ പറഞ്ഞത്. അങ്ങനെ കുറെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ പടത്തിന്റെ കളർ ടോണും കാര്യങ്ങളും. അതും ഓൾറെഡി നമ്മൾ നേരത്തെ ഞാനും മുസ്തും കൂടി നമ്മൾ പ്ലാൻ ചെയ്തു എങ്ങനെയൊക്കെ വേണം, കളർ പാലറ്റ് എങ്ങനെ വേണം, ഇതിന്റെ ടോൺ എങ്ങനെ വേണം എന്നൊക്കെ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഒരു പരിധിവരെ നമുക്കത് കളർ ഗ്രേഡിങ്ങിലായാലും എല്ലാം മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ്. നല്ല ഹാപ്പിയാണ്. നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്. സോ എല്ലാരും പോയി തിയേറ്ററിലും കണ്ടു തുടങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാരും കുറച്ചുപേര് കണ്ടിട്ടുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ അതേപോലെ അതെ യെസ് കറക്റ്റ്. മല ചേച്ചി പറഞ്ഞത് അല്ല, ഇനി ഡെഫിനറ്റ്ലി ആക്ടിങ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ ഡയറക്ഷനും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്. എഴുതി
റിയയുടെ റീൽസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും റിയയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയാണ്. ഷൂട്ട് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, അത് ഭയങ്കര രസമുള്ള കട്ടുകളൊക്കെയാണ് ചില. ഞാൻ എൻ്റെ മോളൊക്കെ ഭയങ്കര ഫാനാണ് റിയയുടെ. ഭാവിയിലൊരു ഡയറക്ടർ ആവുമോ റിയ? ഡയറക്ടർ ആവണം ആഗ്രഹമുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ഡയറക്ടർ, ആക്ടിങ്, പ്രൊഡക്ഷൻ, ഇനി എന്തെങ്കിലും? ആക്ടിങ് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. യെസ്. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും? വേറെ മ്യൂസിക്കിലോട്ട് കയറുമോ? മ്യൂസിക്കിലൊക്കെ ക്രിസ്തി ചേട്ടനെ പോലെയൊക്കെ ഞാൻ വിചാരിച്ചു PR ചോദിക്കട്ടെ. അത് ചോദിച്ചു. ഞാൻ ചോദിച്ചു PR ഒക്കെ ആവും ചോദിച്ചു. പ്രൊഡക്ഷൻ കമ്പനിയെ വിളിച്ചിട്ട് അതും ഭയങ്കര കോമ്പറ്റീഷനാണ്. എനിക്ക് വേറെ ആർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രിയ, ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇതില് ഹാരൂൺ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ടാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്തത്, അതോ തിരക്കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ? ഈ കഥ തന്നെ കേട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും പപ്പയും മോസ്റ്റ്ലി പപ്പ നല്ല ആക്ഷന്റെ ഫാനാണ്. എനിക്ക് പിന്നെ ഇതിലെ ഇമോഷൻസ് ആയ ഫ്രണ്ട്ഷിപ്പ് ആയ കണക്ഷൻ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ യെസ്, കഥ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, ഹാരൂൺ ഇതില് ഹൃദു ഹാറൂൺ മാത്രമല്ല നായകൻ എന്ന് പറയുന്നത്. കാരണം ഹൃദു ഹാറൂണും നമ്മുടെ 4 ചെറുപ്പക്കാരും ഇതിലാരും നമ്മൾ നായകന്മാരായിട്ടോ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടോ ആരും അവതരിപ്പിച്ചത് ലീഡ്സ് ആൻഡ് ഒരു ചെറിയ റോൾ ചെയ്തവര് പോലും ഇതിനകത്ത് ഒരു കൊച്ചു ചേട്ടാ എന്താ അറിയോ, ഈ ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ, ഞാൻ ചിലപ്പോൾ ഒരു 10 കൊല്ലം കറങ്ങിയാലും എനിക്കൊരു പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഇത് ഏറ്റെടുത്തത്. വേറെ പാറ്റേണിലും ത്രില്ലർ ആയിരിക്കും. അല്ല, എല്ലാത്തിലും ത്രില്ല് വേണമെന്ന് നമ്മളത് കണ്ടിരിക്കേണ്ട തിയേറ്ററിൽ. എല്ലാ കഥയ്ക്കും ഒരു ത്രില്ല് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പൊ അടുത്ത കഥയിൽ ഇപ്പൊ എന്ത് കുടുംബകഥയാണെങ്കിൽ ഒരു ത്രില്ല് ഉണ്ടാവും. കോമഡി ആണെങ്കിൽ കോമഡി ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇഷ്ടമാണ്. കോമഡി ത്രില്ലറാണ് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത്. അത് നടക്കും, എപ്പം നടക്കും അറിയില്ല. ഇക്ക ഇങ്ങനെ ബ്രേക്ക് സമയം കിട്ടുമ്പോൾ ഇക്കയുടെ മൈൻഡില് ഇക്ക എഴുതിയ പല, നിങ്ങൾ പറഞ്ഞ പോലെ കോമഡി ത്രില്ലറിന്റെ ഇക്കടയിൽ തന്നെ ഉണ്ട്. ഇക്കടയില് കുറെ അധികം സ്ക്രിപ്റ്റ്സ് ഉണ്ട്, ഇങ്ങനെ പയ്യെ നന്നായിട്ട് വരുമല്ലേ. ഒരു കുറെ കഥ ഡിസ്കസ് ചെയ്തതാണ്. അതിലിടയ്ക്ക് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ ജനറേഷനിലെല്ലാം കുറെ ആൾക്കാർ ഒരുമിച്ച് ചേർത്ത ഒരു പരിപാടി ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. നമ്മൾ പ്രൊഡക്ഷനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറെ കുറെ കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മള് ഇതിന്റെ സക്സസ് മീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡയറക്ടറിനോട് ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അടിപൊളിയായിട്ട് മിമിക്രി കാണിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഒരു സക്സസ് സെലിബ്രേഷനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പൊന്നാളിയാ, ഇത് സിനിമ തുടങ്ങിയ മുതൽ തുടങ്ങിയത്. അവസാനം വരെയും ഓടിയാലും വേണോ വേണ്ട, നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. നിങ്ങൾക്ക് ലൊക്കേഷനിൽ കുറച്ച് സമയം എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടി അപ്പം വരും മൈക്കും കൊണ്ട് അന്ന് മിമിക്രി. അത് കാണിച്ചിട്ട് ഇതിപ്പോ ഷൂട്ട് നടക്കുമ്പോഴും മിമിക്രി, അത് കഴിഞ്ഞിട്ട് മിമിക്രി. ഇപ്പം അതാണ് ലൊക്കേഷനിൽ ദുരാചേട്ടനും കൂടി ഉണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ട്. സക്സസിന്റെ ഭാഗമായിട്ട് ഇക്ക ഇത് വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഈ പക്കമേളക്കാര് താലി കെട്ടുന്നതിന്റെ കുറച്ച് അപ്പുറത്ത് വന്ന പക്കമേളക്കാർ ഇരിക്കൂലേ, ഇരുന്നിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്, ഓരോ വാദ്യോപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. കുറേ കാലമായിട്ട് ഞാൻ ചെയ്യാനാട്ടോ, അത് തുരുമ്പിച്ചു തുടങ്ങി ഈ ഐറ്റം. അപ്പൊ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നാദസ്വരക്കാരെ അപ്പുറത്തിരിക്കും, പക്കമേളക്കാരെ അപ്പുറത്തിരിക്കും. അപ്പൊ തകില് വായിക്കുന്ന ആള് വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പുറത്ത് നാദസ്വരം വായിക്കുന്ന ആൾ അയാളുടെ ഒരു ഈ പിപിയിൽ ഇങ്ങനെ ഓലയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ചെയ്യും. അടുത്ത ഓലെടുത്ത് വെക്കും, വേറെ ഓലെടുത്ത് വെക്കും. പിന്നെ താലികെട്ടൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച ആരെയും കാരണന്മാർ പോയിട്ട് പൈസ നിർത്താൻ പറയുമ്പോഴേ ഇവർ നിർത്തുള്ളൂ. അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും. വായിച്ച് ഈ ഓലയിൽ ഉമിനീരൊക്കെ നിറഞ്ഞെടുത്തിട്ട് ടോണൊക്കെ മാറും. ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യാൻ നോക്കി വെച്ച സാധനങ്ങളാണ്. സോറി. ഞങ്ങളുടെ ടീമിനെ മുഴുവൻ പരിചയപ്പെടുമ്പോഴേ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പരിചയപ്പെടേണ്ടതാ ഇവിടെ ഉണ്ട്. അവരൊന്ന് മുന്നോട്ട്
നമ്മുടെ ഇതിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് 3 പേര്, ചീഫ് അസോസിയേറ്റ് എല്ലാവരും മുമ്പോട്ട് വരിക. നല്ലൊരു ഡയറക്ടർ ആവാൻ സാധ്യതയുള്ള ഒരാളാണ് ധനുഷ്. നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാറമടയിൽ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്ദീപ് എന്ന് പറഞ്ഞൊരു കക്ഷി കൂടി ഉണ്ടായിരുന്നു. പ്രൊമോഷൻ പരിപാടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ. സന്ദീപ് ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല. വരുമ്പോ വിളിക്കാം. സന്ദീപ് വരുമ്പോ വിളിക്കാം. പിന്നെ 2 പേരുടെ പേര് ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എല്ലാവരും നിങ്ങൾ കൈയടിച്ച ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത ശ്രീ PC സ്റ്റൺസ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹവും ഒപ്പം ഹിറ്റ് സിനിമകളുടെ ഒക്കെ ഭാഗമായി കൊണ്ടിരിക്കുന്ന 2018 മാർട്ടിക്സ് ഒക്കെ തന്നെ എഡിറ്റ് ചെയ്ത ചമൻ ചാക്കോയാണ് ഈ പടം എഡിറ്റ് ചെയ്തത്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി അവര് നമ്മുടെ ഒരു സപ്പോർട്ട്, അവർ തന്ന സപ്പോർട്ട് ഭീകരമായിരുന്നു. അപ്പം നിങ്ങളെല്ലാം കാണുന്ന ആ ഒരു വിഷ്വൽസിന്റെ പിന്നിൽ അവരുടെയൊക്കെ പ്രവർത്തനമുണ്ട്. സന്ദീപ് പ്ലീസ്. സന്ദീപ് വന്നോ? സന്ദീപ് പ്ലീസ്. സന്ദീപ് നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. സന്ദീപാണ് ഈ പ്രൊമോഷൻ കാര്യങ്ങൾ, പ്രതീക്ഷേട്ടനായിട്ടുള്ള PR വർക്കിന് വേണ്ട കാര്യങ്ങളും എല്ലാ കട്ട്സുകളും കണ്ടന്റുകളൊക്കെ എത്തിച്ചിപ്പോഴും നമ്മളെ ഈ പ്രൊമോഷൻ വർക്കിൽ വരെ ഇവരെല്ലാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ അഭിനയിച്ച കൂട്ടത്തിൽ എടുത്തു പറയേണ്ട 1-2 ആളുകളുണ്ട്. നമ്മൾ പല സ്റ്റേജുകളിൽ അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഒന്ന്, രമാദേവിന്റെ മകനായിട്ട് അഭിനയിച്ച, രാഹുലായിട്ട് അഭിനയിച്ച അക്ഷയ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുമാണ് നമ്മളിതിന്റെ ടൈറ്റിൽ സോങ്. ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്നതും എഴുതിയതും റൈക്കോ എന്ന് പറഞ്ഞ പുതിയൊരു റാപ്പറാണ്. അയാളെ കൊണ്ടുവന്നത് ക്രിസ്റ്റിയാണ്. അത് ഭയങ്കര വർക്കായിരുന്നു ക്രിസ്റ്റിന്റെ കണ്ടത്തിൽ. അതുപോലെ നമ്മുടെ സിനിമയിൽ ബാക്കി മറ്റു 2 പാട്ടുകൾ ശ്രീനാഥ് ബാസി പാടിയൊരു സോങ് ഉണ്ട്. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്ങാണ്. ശ്രീനാഥ് ബാസി കപ്പേളയിലുള്ളൊരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മുകളിൽ വന്ന് പാടി. വേറൊരു പാട്ട് അൻവർ അലി എഴുതിയിട്ട് എഴുതിയൊരു സോങ്, വിജയദാസും സിത്താരയും പാടിയൊരു പാട്ടുണ്ട്. അത് ഇപ്പം ഈ റീസെന്റ് റിലീസായി. അതൊരു ഇച്ചിരി ഇമോഷണൽ സോങ് ആണ്. പോകില്ല, മരിച്ചു അതുപോലെ രാജ. Thank you.